ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് നമ്പർ റിലേഷൻസ്. ഇതിൽ രണ്ട് പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. 2 പേജിലാണ് ഇതിൽ പ്രോബ്ലംസ് ഉള്ളത്. ഫസ്റ്റ് വൺ പേജ് 131, അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് 134 പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റർ 8ൻ്റെ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഏതാണ്? 45 75 45ഉം 75ഉം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ഓൾ അതർ കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 45ഉം 75ഉം ആണ്. അപ്പോൾ 45 നമുക്ക് നോക്കാം. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15 ഡിവൈഡഡ് ബൈ 5 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1. ഇനി 75നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 75 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 1. ഇനി നമുക്ക് നോക്കാം. 45 എന്ന് പറയുമ്പം 3 ഇൻറ്റു 5, 2 3ഉം ഒരു 5ഉം ആണുള്ളത്. അത് നമ്മൾ 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതി. നെക്സ്റ്റ് 75 ആണ്. അത് 3ഉം ഉണ്ട്, ഒരു 3ഉം ഉണ്ട്, 2 5ഉം ആണുള്ളത്. 3 ഇൻറ്റു 5 ഇൻറ്റു 5, അത് നമ്മൾ 3 ഇൻറ്റു 5 സ്ക്വയറിന് എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇങ്ങോട്ട് എഴുതി. പിന്നെ 3 ഇവിടെ ഉണ്ട്, പക്ഷേ ഇതിന് ജോഡിയായിട്ട് 3 ഇല്ല, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. ഇനി നമ്മൾ അടുത്ത 5 നോക്കാം. 5 ഇവിടെ ജോഡിയായിട്ട് 5 ഉണ്ട്, രണ്ടിലും കോമൺ ആണ്, അതുകൊണ്ട് നമ്മൾ 5 എഴുതി. അപ്പോൾ 3 ഇൻറ്റു 5 15 ആണ് കോമൺ ഫാക്ടർ. ഇനി നമ്മളോട് അടുത്ത മൊത്തത്തിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമ്മൾ ഇതിലെഴുതിയത്. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 1, പിന്നെ 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പിന്നെ നമ്മൾ 15 ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 15 ആണ്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യന് 225ഉം 275ഉം ആണ്. അപ്പോൾ 225നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 75 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് നമുക്ക് 275 നോക്കാം. 275 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 55 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 11 ഡിവൈഡഡ് ബൈ 11 ദാറ്റ് ഈസ് 1. ഇനി നമുക്ക് ഇതിങ്ങോട്ട് എഴുതാം. 225 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5, അതായത് 2 3സും 2 5സും ഉണ്ട്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. 275ൻ്റെ കേസിലാണെന്ന് 2 5ഉം ഒരു 11ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 5 ഇൻറ്റു 11 എഴുതാം, അതായത് 5 സ്ക്വയർ ഇൻറ്റു 11. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഫാക്ടർ തിരഞ്ഞെടുക്കാം. 3 ഒന്നുമില്ല, പിന്നെ 5 ഉണ്ട്. അപ്പോൾ 5നെ നമ്മളിവിടെ എഴുതി. ഇനി ഒരു 5 കൂടി ഉണ്ട്, അതും നമ്മളിവിടെ എഴുതി. അപ്പോൾ 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 25. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 25 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെയും ഫാക്ടേഴ്സ് എഴുതാൻ നമുക്ക് വേറൊരു ചോദ്യമാണ്. 1 5 പിന്നെ 25. ഓക്കെ, 1 5 25 ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഫാക്ടേഴ്സ്. 1 5 25, അതിൽ ഏറ്റവും വലുത് ഏതാണ്? 25 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ 360 300ഉം ആണ്. 360ഉം 300ഉം ആണ്. ആദ്യം നമ്മൾ 360നെ ഫാക്ടറൈസ് ചെയ്യാണ്. 360 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 45 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് 300 ആണ്. 300 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 150 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 75 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി 360നെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ എത്ര 2s ഉണ്ട്? 1 2 3 2s ആണുള്ളത്, 2 3s ആണുള്ളത്, ഒരു 5 ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ദാറ്റ് ഈസ് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. സെയിം നമ്മൾ 300നെ ഇവിടെ എഴുതാണ്.
300 നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ 2 2s ഒരു 3യും 2 5s ആണുള്ളത്. അത് നമുക്ക് ഇവിടെ എഴുതാം 2 × 2 × 3 × 5 × 5. ദാറ്റ് ഈസ് 2 സ്ക്വയർ 3 × 5 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കിതിൽ കോമൺ ഫാക്ടർ നോക്കാം. ഇതിൽ 2 ഉണ്ട്, 2ഉം 2ഉം കോമൺ ആണ്, അത് നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് 2. ഓക്കെ, അപ്പോൾ അടുത്തതും നമുക്ക് 2 കിട്ടി. ഇനി ഇവിടെ 2 ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 3 നോക്കാം. ഓക്കെ, 3 രണ്ടിലും ഉണ്ട്, അപ്പോൾ നമ്മൾ 3 ഇവിടെ എഴുതി. ഇനി ഇവിടെ 3 ഉണ്ട്, ഇവിടെ കോമൺ ആയിട്ട് എടുക്കാൻ നമുക്ക് 3 ഇല്ല, അപ്പോൾ അത് പോട്ടെ. ഇനി അടുത്ത 5 നോക്കാം. 5 രണ്ടിലും ഉണ്ട്, അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് എഴുതി. നെക്സ്റ്റ് 2 × 2 × 3 × 5. 2 × 2 എന്ന് പറഞ്ഞാൽ 4, 4 × 3 എന്ന് പറഞ്ഞാൽ 12, 12 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് 60 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വേറെ ഫാക്ടേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് വേറെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതി നോക്കാം. 1 അത് നമുക്ക് ഇവിടെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫാക്ടേഴ്സ് 2 ആണ്. 1 2 2 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4, 3 5 3 × 5. ഇത് നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഇവിടെ 1 ഒഴിവാക്കി 2 × 3 ദാറ്റ് ഈസ് 6. 2 സ്ക്വയർ × 3 ദാറ്റ് ഈസ് 4 × 3 12. ഇനി 2 × 5 10. 2 സ്ക്വയർ × 5 ദാറ്റ് ഈസ് 20. 2 × 15 ഇങ്ങനെ 2 × 15 ദാറ്റ് ഈസ് 30. 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. 4 × 15 ദാറ്റ് ഈസ് 60. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 1 2 2 സ്ക്വയറിനെ നമുക്ക് 4 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ 3, പിന്നെ 6, 12, പിന്നെ 15, പിന്നെ 10, പിന്നെ 20, പിന്നെ 15, പിന്നെ 30, പിന്നെ 60. ഇത്രയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് 210 ആൻഡ് 504 ആണ്. 210 ആൻഡ് 504 നോക്കാം. 210 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 105. ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 35. അഗെയിൻ ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 7. 7 ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് 1. 504 നോക്കുകയെന്ന് വെച്ചാൽ 504 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 252. 252 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 126. 126 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 63. 63 divided by 3 that is 21. 21 divided by 3 that is 7. 7 divided by 7 that is 1. ഇനി നമുക്ക് ഇതൊന്ന് എഴുതാം. 210. 210 എന്ന് പറയുന്നത് 2 × 3 × 5 × 7. ഓക്കെ, ഇനി നമ്മൾ 504 എഴുതാണ്. 2 × 2 × 2. ഓക്കെ, 3 × 3 × 7 ദാറ്റ് ഈസ് 2 3s ഉണ്ട്, 3 3s ഉണ്ടല്ലേ, സോറി 2 3s ഉണ്ട്. ഓക്കെ, 3 2s 2 3s ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് നോക്കാം. 2ഉം 2ഉം കോമൺ ആണ്, അപ്പോൾ നമ്മളിവിടെ എഴുതി. 3യും 3യും കോമൺ ആണ്, അതും നമ്മളിവിടെ എഴുതി. പിന്നെ 5ന് ഇവിടെ ജോഡിയില്ല, അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ 7 എടുത്തു. 7ഉം 7ഉം ഓക്കെ കോമൺ ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഫാക്ടർ എന്താണ്? CF എന്ന് ഉദ്ദേശിച്ച കോമൺ ഫാക്ടറാണ് 2 × 3 × 7. ഓക്കെ, 2 × 3 × 7 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 42. ഓക്കെ, 42. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വേറെയും അതർ കോമൺ ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കാം. 1 2 3 7 6 14 21 and 42. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ 336 ആൻഡ് 588. 336 എന്ന് പറയുമ്പം അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 168. 168 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 84. 84 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 42. 42 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 21. 21 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 7. 7 ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് 1. ഇനി നമുക്ക് 588നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 294 ആണ് കിട്ടിയത്. 294 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 147. 147 ഇനി നമുക്ക് 2ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തത് എന്താണ്? 3 കൊണ്ടാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 49 കിട്ടി. 49 കിട്ടി. ദാറ്റ് ഈസ് 49. 49 ഇനി നമുക്ക് എന്തിലാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 7ൽ
Okay, next 49 divided by 7, that is 7. 7 divided by 7, that is 1. ഇനി നമുക്ക് ഇതിവിടെ എഴുതിയാലോ 336നെ നമുക്ക് എഴുതാം. ഇവിടെ എത്ര 2s ഉണ്ട്? 4 2s ഉണ്ട്, 1 3 ആണുള്ളത്, ഒരു 7 ആണുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 2 × 2 × 2 × 2 × 3 × 7 588ന് നമുക്ക് 588ന് നമുക്ക് നോക്കാം. 2 2സും ഒരു 3യും 2 7സും ആണുള്ളത്. 2 × 2 × 3 × 7 × 7. ഇനി നമുക്ക് കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 2ഉം 2ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഇവിടെ എഴുതാം. എഗെയിൻ 2ഉം 2ഉം കോമൺ ആണ്, അതും നമുക്ക് എഴുതാം. ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇവിടെ ജോഡിയില്ല, അതുകൊണ്ട് നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇവിടെയും 2 ഉണ്ട്, അതിന് ജോഡിയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് 3 എടുക്കാം. 3ക്ക് ജോഡിയുണ്ട്, അതുകൊണ്ട് കോമൺ ഫാക്ടറാണ്. 7 എടുക്കാം, 7ഉം ജോഡിയുണ്ട്. അപ്പോൾ നമുക്ക് 2 × 2 × 3 × 7. ഓക്കെ, 2 × 3 2 × 3 × 7. 2 × 2 that is 4. 4 × 3 that is 12. 12 × 7 that is 12 × 7 that is 84. 84. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ഫാക്ടർ. ഇനി നമുക്ക് ഇതിനോട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെത്തേഡ് നമുക്ക് നോക്കാം. 1 2 2 സ്ക്വയർ. ഓക്കെ, ഇവിടെ കൂടുതലുള്ളത് ഏതാണെന്ന് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ 2 സ്ക്വയർ ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ 1 2 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. പിന്നെ 1 3 7 3 × 7 ഇത്രയും അതിൻ്റെ ഫാക്ടേഴ്സാണ്. ഓക്കെ, കോമൺ ഫാക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് 1നെ ഇവിടെ നമ്മൾ ഒഴിവാക്കി. 1നെ നമ്മൾ ഇവിടെ ഒഴിവാക്കുകയാണ്. അങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് എഴുതേണ്ടത്. 2 × 3 ദാറ്റ് ഈസ് 6. ഇവിടെ ഇൻറ്റു ചെയ്തു, ദാറ്റ് ഈസ് 6. 4 × 3 ദാറ്റ് ഈസ് 12. ഇനി ഇവിടെ നോക്കൂ, 2 × 7. ഇനി അടുത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കാണ് 2 × 7 ദാറ്റ് ഈസ് 14. ഇനി ഇവിടെ നോക്കൂ 4 × 7 ദാറ്റ് ഈസ് 28. അപ്പോൾ ആ ഒരു റോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരികയാണ് 2 × 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം. 21 ഇവിടെ എഴുതാം, തെറ്റിപ്പോവാതിരിക്കാൻ. 2 × 21 ദാറ്റ് ഈസ് 42. 4 × 21 ദാറ്റ് ഈസ് 84. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ജസ്റ്റ് 1 നമ്മൾ അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 × 3 ദാറ്റ് ഈസ് 6. 2 സ്ക്വയർ × 3 ദാറ്റ് ഈസ് 12. അപ്പോൾ ഇവിടുത്തെ ഈ റോ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ ഇതിനെയാണ് എടുക്കേണ്ടത്. അടുത്ത നമ്മൾ 2 × 7 ദാറ്റ് ഈസ് 14. 4 × 7 ദാറ്റ് ഈസ് 28. ഓക്കെ, 2 × 7 14. 4 × 7 28. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 2 × 21 അതായത് 42. 4 × 21 ദാറ്റ് ഈസ് 84. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതേണ്ടത്. ഇത് എന്തായാലും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ 134 2 മെയിൻ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് നമുക്ക് 5 ചോദ്യങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. അതിൽ തന്നെ 3 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. രണ്ടാമത്തെ, can the largest common factor of 2 composite numbers be 1 if 2 numbers are divided by their largest common factor? What would be the largest common factor of the quotients? സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കും അത് നമുക്ക് ആദ്യത്തെ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ 7 11 എടുത്തു. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 7 എന്ന് പറയുന്നത് 1ഉം 7ഉം ആണ്. ഫാക്ടേഴ്സ് ഓഫ് 11 എന്ന് പറയുന്നത് 1ഉം 11ഉം ആണ്. ഇതിൽ നമുക്കറിയാം ഇതിൽ ഹയസ്റ്റ് എന്താണ്, കോമൺ ഫാക്ടർ 1 ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, 1 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പേഴ്സ് ബി 1. ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 4 6 9 15 അങ്ങനെ ഉള്ള നമ്പേഴ്സിനെയാണ്. അതായത് 4നെ നമുക്ക് 2 × 2 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. 6നെ നമുക്ക് 2 × 3 ആക്കാം. അങ്ങനെ നമുക്കിങ്ങനെ
ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4ഉം 9ഉം എടുത്തു. 4ഉം 9ഉം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 4 നോക്കുകയെന്ന് വെച്ചാൽ 1 2 4 ആണ്. ഫാക്ടേഴ്സ് ഓഫ് 9 എന്ന് പറയുന്നത് 1 3 9 ആണ്. ഇവിടെ നമ്മൾ കോമൺ ഫാക്ടർ നോക്കുകയെന്ന് വെച്ചാൽ എന്താണ് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് 1 തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇഫ് 2 നമ്പേഴ്സ് ആർ ഡിവൈഡഡ് ബൈ ദെയർ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ വാട്ട് വുഡ് ബി ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ കോഷ്യൻസ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ 2 എക്സാമ്പിൾസ് ആണ് എടുത്തിരിക്കുന്നത്, 12ഉം 18ഉം. ഇവിടെ 12ൻ്റെ ഫാക്ടേഴ്സാണിത് 1 2 3 4 6 12. 18ൻ്റെതാണ് 1 2 3 6 9 18. ഇവിടെ കോമൺ ഫാക്ടർ ഏതൊക്കെയാണ്? 1 2 3 6 ഉണ്ട്, പക്ഷേ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 6 ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഫാക്ടർ 6 കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് കോഷ്യൻ്റ് എന്തായിരിക്കുന്നു? കോഷ്യൻ്റ് വാട്ട് വുഡ് ബി ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ കോഷ്യൻസ്. അപ്പം ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 2 കിട്ടി. 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 2 കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ ഏതായിരിക്കും? 1 തന്നെയായിരിക്കും. 2ഉം 3ഉം ആണല്ലോ, അപ്പോൾ കോമൺ ഫാക്ടർ ഏതായിരിക്കും? കോമൺ ഫാക്ടർ 1 തന്നെയായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം എല്ലാവരും ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്